So good സ്റ്റാർട്ട് evening, ചെയ്തോ. students. So good evening, students. ഇന്ന് നമുക്ക് ഒരു പാഠം പഠിക്കാൻ നോക്കാം. എട്ടാമത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ 2 പഠിക്കാനുള്ളത് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? പൊട്ടാസ്യം സൊല്യൂഷൻസ് ഉണ്ട്, സോൾട്ട് സൊല്യൂഷൻസ് ഉണ്ട്, ഷുഗർ സൊല്യൂഷൻ, വാട്ടർ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ, കാർബൺ, അയൺ ഓർ ആൻഡ് സൾഫർ തന്നിട്ടുണ്ട്. സോ ഈ സബ്സ്റ്റൻസുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ സബ്സ്റ്റൻസിലൊക്കെ എന്തുണ്ട്? മാറ്റർ ഉണ്ട് അല്ലെ? മാറ്റർ എന്താണ്? നമ്മൾ പാർട്ടിക്കിൾസ് ആണ് അല്ലെ? നമ്മൾ ബോർഡ് ഷെയർ ചെയ്യാം. മാറ്റർ പറയുന്ന പാർട്ടിക്കിൾസ് ആണ്. സോ ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കൂലേ? അപ്പം ഇങ്ങനത്തെ ടൈനി പാർട്ടിക്കിൾസ് നമുക്കിതിനെ നേരിട്ട് കാണാൻ പറ്റില്ല എങ്കിൽ കൂടിയും നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? എല്ലാ വസ്തുക്കളും ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസുകൾ കൂടി ചേർന്നിട്ടുണ്ടായിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ എന്തൊക്കെ മാറ്റേഴ്സ് ഉണ്ട്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോ ഈ 3 ടൈപ്പ് നമ്മൾ നമ്മൾ പണ്ട് പഠിച്ച നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാകാനുള്ള നമ്മൾ പറഞ്ഞത്. സോ നമ്മളിപ്പം നമ്മുടെ ഈ പിക്ചറിനകത്ത് നമുക്ക് തന്നിട്ടുള്ള കുറെ എക്സസൈസുകൾ അതൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. പ്യോർ ആയിട്ടും അതേപോലെ പ്യോർ സൊല്യൂഷൻ ആയിട്ടും മിക്സ്ചർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്യോർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഇല്ലാതെ ഒരു കമ്പോണന്റ് മാത്രമുള്ളവയായിരിക്കും പ്യോർ സബ്സ്റ്റൻസ്. മിക്സ്ചർ എന്ന് പറയാൻ നമ്മള് കഴിക്കുന്ന മിക്സ്ചർ നമുക്ക് അറിയാവുന്നല്ലേ? നമ്മൾ കഴിക്കുന്ന ഉണ്ടാവും, ബുന്തി ഉണ്ടാവും, അതേപോലെ കടല ഉണ്ടാവും, അതുപോലെ ചക്ക വറുത്തുണ്ടാവും, വാഴക്ക വറുത്തുണ്ടാവും, അങ്ങനെ പല നട്ട്സുകൾ ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ? കുറെ മിക്സ്ചറുകൾ ഉള്ള സാധനങ്ങളാണ്, കുറെ കമ്പോണൻസുകൾ ഉള്ള ഒരു മിക്സ്ചറാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. പെട്ടെന്ന് മിക്സ്ചറും കുറെ ഒന്നിലധികം കമ്പോണൻസുകൾ ഉള്ളതായിരിക്കും എന്തെന്ന് പറയാ നമ്മളുടെ മിക്സ്ചർ എന്ന് പറയുന്നത്. സോ നമുക്കിനി നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആക്ടിവിറ്റീസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അതെന്താന്ന്. നമുക്കറിയാം പ്യോർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? പ്യോർ സബ്സ്റ്റൻസും മിക്സ്ചറും. സോ ഇതില് നമുക്കിപ്പം ഗോൾഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ് ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ 22 ക്യാരറ്റ് ഗോൾഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ ഗോൾഡില് വേറെ എന്തെങ്കിലും കമ്പോണൻസ് ഉണ്ടോ? ഇല്ല. ഒരു പ്യോർ ആയിട്ടുള്ള ഒന്നാണ്, ഒരു കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഗോൾഡ് എന്ന് പറയുന്നത്. സോ ഗോൾഡ് ഒരു എക്സാമ്പിൾ ആണ് പ്യോർ സബ്സ്റ്റൻസിന്. അതുപോലെ വാട്ടർ എന്ന് പറയുന്നതിനകത്തും എന്താണ്? പ്യോർ ആയിട്ടുള്ള വാട്ടർ ആണ്. അതായത് നമ്മളിപ്പോ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഉപ്പ് വെള്ളം എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? വാട്ടറും ഉണ്ടാവും, അതേപോലെ സോൾട്ടും ഉണ്ടാവും, ഷുഗറും ഉണ്ടാവും. സോ ആ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ, രണ്ട് കമ്പോണൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരിക്കലും പ്യോർ വാട്ടർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് പ്യോർ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പ്യോർ വാട്ടർ എന്ന് പറയാം. വാട്ടറിന്റെ പ്യോർ സബ്സ്റ്റൻസിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഷുഗർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു പ്യോർ സബ്സ്റ്റൻസിന്റെ ഒരു എക്സാമ്പിൾ അല്ലേ?
അതേപോലെ കോമൺ സോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾട്ട് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി മിക്സ്ചർ. ഈ മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ കോമ്പോണൻസുകൾ ഉള്ള ഒന്നാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ മിക്സ്ചറിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞു ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു, അതുപോലെ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പം അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഷുഗർ സൊല്യൂഷനിൽ എന്തൊക്കെ ഉണ്ടാവും? ഷുഗർ ഉണ്ടാവും പ്ലസ് വാട്ടർ ഉണ്ടാവൂലേ? അപ്പൊ 2 കമ്പോണൻസ് ഉണ്ടല്ലോ. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അതേപോലെയാണ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നതും അവിടെ എന്തൊക്കെ ഉണ്ടാവും? സോൾട്ട് പ്ലസ് വാട്ടർ ആണ് അല്ലെ? ഓക്കെ. സോൾട്ട് പ്ലസ് വാട്ടർ ആണ് സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ സോയിൽ, ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. സോ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരേ ഐഡന്റിക്കൽ നേച്ചർ ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. അതായത് മെറ്റീരിയൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് ഐഡന്റിക്കൽ നേച്ചർ. ഐഡന്റിക്കൽ നേച്ചർ ഉള്ള പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസസിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. സോ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ made up of particles of identical nature. ഓക്കെ. സോ മനസ്സിലായല്ലോ? അതായത് ഒരേ നേച്ചറുള്ള, ഒരേ സ്വഭാവമുള്ള പാർട്ടിക്കിൾസുകൾ ചേർന്നിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഗോൾഡ് പറയാം, വാട്ടർ പറയാം, ഷുഗർ പറയാം, അതുപോലെ സോൾട്ട് പറയാം, കാർബൺ ഡൈ ഓക്സൈഡ് പറയാം, വാട്ടർ വേപ്പർ പറയാം, ഐസ് പറയാം. ഇത്രയൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന. ഇനി മിക്സ്ചർ എന്ന് പറയുന്ന ഒന്നിലധികം കമ്പോണൻസ്. അപ്പം ഐഡന്റിക്കൽ നേച്ചർ ഉള്ളവയാണോ? അല്ല. ഓരോ പാർട്ടിക്കിൾസിനും പല ചിലപ്പോൾ നേച്ചർ ആയിരിക്കും അല്ലെ? ഷുഗറിന് ഇപ്പം ഒരു സോൾട്ടി ആയിരിക്കും, സോൾട്ടി ഒരു ഉപ്പ് രസമുണ്ടാവും. അങ്ങനെ പല സ്വഭാവമുള്ള ഒരു പാർട്ടിക്കിൾസുകൾക്ക് ചേർന്നുണ്ടാവുന്നതാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോ ഈ മിക്സ്ചർ എന്ന് പറയുമ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സോഡ വാട്ടർ. വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ്. സോഡ വാട്ടറിനകത്ത് എന്തൊക്കെ കമ്പോണൻസുകൾ ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അതറിയാവുന്ന വിചാരിക്കുന്നു. അപ്പം അറിയില്ലെങ്കിൽ കൂടെ ഓർത്തിരിക്കുക. നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞോളാം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആണെന്നുള്ളത്. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റും? നമ്മൾ ക്ലാസ്സിലെ സ്റ്റാർ ആവും. സോഡ വാട്ടർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്നിട്ടുള്ളതാണ്, ഒരു മിക്സ്ചർ ആണെന്ന് നമുക്ക് പറയുമ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും. ടീച്ചേഴ്സിന്റെ നമുക്ക് നല്ല അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടും. സോ പിന്നെ ഷുഗർ സൊല്യൂഷൻ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഷുഗർ സൊല്യൂഷനകത്ത് നമുക്ക് ഷുഗർ ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഷുഗർ സൊല്യൂഷൻ കിട്ടുക. അതുപോലെ സോൾട്ട് സൊല്യൂഷനും ഇതുപോലെ തന്നെയാണ്. സോൾട്ടും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു മിക്സ്ചർ കിട്ടുന്നു. ഓക്കെ. ഇനി നമ്മുടെ ഒരു ടെക്സ്റ്റിൽ നമുക്ക് കുറെ ഇങ്ങനെ എലമെന്റ്സ് അല്ല, കുറെ സബ്സ്റ്റൻസുകളുടെ കാറ്റഗറൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതില് ഇപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറയാൻ പറ്റും, സോൾട്ട് സൊല്യൂഷൻ പറയാൻ പറ്റും, സോൾട്ട് പറയാൻ പറ്റും, ഷുഗർ പറയാൻ പറ്റും, വാട്ടർ, കോപ്പർ, കാർബൺ, പിന്നെ സൾഫർ, സിൽവർ, ക്യാംഫർ, ഷുഗർ കാൻഡി. ക്യാംഫർ എന്താണ്? ക്യാംഫർ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ ഒരു ക്യാംഫർ എന്ന് പറയുന്നതും ഷുഗർ കാൻഡി എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്.
സോ എന്താണ് ക്യാംഫർ എന്ന് പറയുന്നത്? കർപ്പൂരമാണ് അല്ലെ? അതുപോലെ ഷുഗർ കാൻഡി എന്ന് പറയുന്നത് കൽക്കണ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ കൽക്കണ്ടം ഒക്കെ? നമ്മള് സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം. ചിലർക്ക് ഇഷ്ടാവില്ല. ഓക്കെ. എന്നാലും എങ്ങനെയാണ് ഇരിക്കുക? അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു, അതായത് പഞ്ചസാരയുടെ ചെറിയ തരികളായിട്ട് കാണുന്നത് ഇച്ചിരി വലിയ കട്ട പോലെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഒരു കല്ലൊക്കെ പോലെ നമുക്ക് തോന്നും. അപ്പം അതാണ് ഷുഗർ കാൻഡി എന്ന് പറയുന്നത്. ആ ഷുഗർ കാൻഡി എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. കാരണം അതിനകത്ത് ഷുഗർ മാത്രമേ ഉള്ളൂ അല്ലെ? അതായത് ആ ഷുഗർ കാൻഡി ഒരു വലിയ കട്ടയാണത്. ഷുഗർ കാൻഡി എന്ന് പറയുന്നത്. അതുപോലെ കർപ്പൂരം. നമ്മൾ കർപ്പൂരം ഒക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ് അല്ലെ? ഷുഗർ ക്യാമ്പർ എന്ന് പറയുന്നത്. ക്യാമ്പർ നമ്മൾ കത്തിക്കുമ്പോൾ കത്തിച്ചു കഴിയുമ്പോൾ അത് എവിടെയാ പോകുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ? അതായത് ഒരു പുകയും തീയും മാത്രമേ നമ്മൾ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കത്തി തീർന്നു കഴിയുമ്പം അവിടെ അങ്ങനെ ഒരു കർപ്പൂരം ഉള്ള പോലെ നമുക്കറിയില്ല. സോ അതൊക്കെ എന്താണ് റീസൺ? അതൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോവാണ്. സോ ഇവിടെ നമുക്ക് മിക്സ്ചറിന്റെ കേസ് പറയുകയാണെങ്കിൽ മിക്സ്ചറിന്റെ കേസിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. നമ്മൾ പറഞ്ഞതാണ് മിക്സ്ചർ പറഞ്ഞതാണ്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. പെട്ടെന്ന് ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് സോൾട്ട് സൊല്യൂഷൻ ഒക്കെ അല്ലേ? സോ സോൾട്ട് സൊല്യൂഷനും പിന്നെ എന്താണ് ഷുഗർ സൊല്യൂഷൻ, സോറി, ഷുഗർ സൊല്യൂഷൻ. പിന്നെ വേറെ നിങ്ങൾ കേൾക്കാത്തൊരു കാര്യം ഞാൻ പറയാം. അയൺ കോർ. എന്താണ് അയൺ കോർ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? അയൺ കോർ എന്ന് പറയുന്നത് ഇരുമ്പയിര് എന്നാണ് പറയാ. സോ ഇരുമ്പയിര് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. അതെന്താണ്? അയൺ കോർ, അതായത് അയിര് അല്ലെ? ഇരുമ്പയിര്. എന്തുകൊണ്ടാണ് ഈ ഒരു മിക്സ്ചറിന് എക്സാമ്പിൾ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമായിരിക്കും അല്ലെ? എന്താന്ന് വെച്ചാ ഒന്നുമില്ല. നമ്മൾ ഈ ഇരുമ്പും ഗോൾഡും ഒക്കെ നമ്മൾ എടുക്കുന്ന എവിടുന്നാ? ഭൂമിക്കുള്ളിൽ നിന്നാ അല്ലെ? ഭൂമിയുടെ അടിയിൽ നിന്നാണ് നമ്മൾ ഇതിനെയൊക്കെ എടുക്കുക. സോ ഈ ഇരുമ്പിനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനെ ഒരിക്കലും നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിന്റെ കൂടെ ചിലപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കുറെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പ്രോസസ്സ് വഴിയായിട്ട് നമ്മൾ അതിനെ കളഞ്ഞ് നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഒരു ഇരുമ്പിനെ നമുക്ക് എടുക്കുകയാണ്, നമ്മൾ കിട്ടുകയാണ് നമുക്ക് ചെയ്യാം കുറെ പ്രോസസ്സ് വഴി. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഇത് ഇരുമ്പ് ഓർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയൺ ഓർ എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രോസസ്സ് വഴിയായിട്ട് നമുക്ക് ഈ അയൺ ഓറിനെ നമ്മൾ കുറെ പ്രോസസ്സ് വഴിയായിട്ട് നമ്മൾ പ്രോസസ്സ് വഴി നമുക്ക് കിട്ടുന്ന ഒന്നാണ് പ്യുവർ ആയിട്ടുള്ള ഒരു അയണ് കിട്ടുന്നത്. സോ അയൺ ഓർ എന്ന് പറയുമ്പം അതിനകത്ത് കുറെ ഇങ്ങനെ ചെളികൾ ഉണ്ടാവും അല്ലെങ്കിൽ മൺതരികൾ ഉണ്ടാവും, അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അയൺ ഓറിൽ ഉണ്ടാവും. സോ അത് കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കിട്ടുക? പ്യുവർ ആയിട്ടുള്ള ഒരു അയൺ നമുക്ക് കിട്ടുക. സോ അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു മിക്സ്ചറിൽ എക്സാമ്പിൾ ആയിട്ട് അയൺ ഓർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയൺ ഓർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു മിക്സ്ചറിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത്. ഓക്കെ. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അയൺ ഓർ എന്ന് പറയുന്നത് ഓക്കെ, അയൺ ഓർ. ഇനി നമുക്ക് ഷുഗർ കാൻഡി വെച്ചിട്ട്, അതായത് നമ്മുടെ ഈ ഒരു കൽക്കണ്ടം നമ്മൾ എടുക്കാന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ നന്നായിട്ട് പൊടിക്കുകയാണ്. നമ്മളൊരു കല്ല് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പൊടിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ഈ കൽക്കണ്ടം നന്നായിട്ട് പൊടിയും അല്ലേ? പൗഡർ പോലെ നമുക്ക് പൊടിഞ്ഞ് നല്ല നല്ലപോലെ പൗഡർ പോലെ ഇത് പൊടിയും എന്ന് നമുക്കറിയാം. അപ്പം നമുക്കത് ഒരിക്കലും നമ്മുടെ ഒരു തരി നമുക്ക് ഡിഫൈൻ ആയിട്ട് നമുക്ക് അതിന്റെ എന്താണ് സ്ട്രക്ചർ എത്രയാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് നല്ല ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് അതിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. സോ ഷുഗർ കാൻഡി എന്ന് പറയുന്നത് ഒരു പ്യുവർ മിക്സ്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? സോ അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരു എക്സ്പെരിമെന്റും ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ആ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളത്? അതായത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും വീട്ടിലിരുന്ന് തന്നെ അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരു സഹായത്തില്, ഒരു മേൽനോട്ടത്തില് നിങ്ങൾക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നുമില്ല, നമ്മളൊരു സ്പൂൺ എടുക്കുക, ആ സ്പൂണിലേക്ക് നമ്മൾ പഞ്ചസാര എടുക്കുക,
അത് ഒന്ന് ഹീറ്റ് ചെയ്യുക. ആ സ്പൂൺ പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടവല് വെച്ചിട്ട് പിടിക്കുക. ബിക്കോസ് കൈ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോണ്ടാക്ട് വരുമ്പോൾ സ്പൂണിൽ പിടിക്കുമ്പോൾ ഹീറ്റ് നമ്മുടെ കയ്യിൽ തട്ടും. അതുകൊണ്ട് അതിന്റെ നമുക്കൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അത് ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നത് ഒരു പഞ്ഞി വെച്ചിട്ട് നമ്മൾ അതിന്റെ വായ്ഭാഗം, ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗം അതിൽ മൂടുന്നുണ്ട്. അത് മൂടി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഇതിനകത്ത് നമ്മുടെ സ്പൂണ് ഒരു തുണി വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഉരുകുന്ന ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ എന്ത് ചെയ്യുക, കൈ സൂക്ഷിക്കുക. കൂടെ അമ്മ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത് കാണുമ്പോൾ ടെൻഡൻസ് കാണും, പക്ഷെ ദയവ് ടച്ച് ചെയ്യരുത്, കാരണം നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ലാസ്റ്റ് കൈ പൊള്ളിച്ചിട്ട് ടീച്ചർ പറഞ്ഞു ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ, അതുകൊണ്ട് ചെയ്തതാന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ ഒരു പ്രസൻസിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നേ, കുറെ പുക വരുന്നുണ്ട്. അതേപോലെ ആ സൈഡിൽ കൂടെ ഒന്നുകൂടെ ജസ്റ്റ് വേണേ കാണിക്കാം. അതിന്റെ ഏറ്റവും പുറം ഭാഗത്ത് നിന്ന് തുടങ്ങി കാണുന്നത് അല്ലേ. അതുപോലെ ചെറുതായിട്ടൊരു തീ ഉണ്ടാവുന്നുണ്ട്, പുക ഉണ്ടാവുന്നുണ്ട്, ഫ്യൂംസുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, സ്മോക്ക് ഉണ്ടാവുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി കരിഞ്ഞു, പുകയൊക്കെ വന്നു, നല്ലപോലെ കരിയായി അല്ലെ, ചാരമായി. സോ നമുക്കിതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഫ്യൂംസ് ഉണ്ടായി, ഒരു സ്മോക്ക് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്, ഒരു നീരാവി അല്ലെ, നീരാവി ആയിട്ട് വാട്ടർ പോവുകയും അവിടെ ഓക്കെ, ബാക്ക് ടു ബോർഡിലേക്ക് വരാം. ഓക്കെ, സോ നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടല്ലേ. ആ എക്സ്പെരിമെന്റിൽ എന്താ സംഭവിച്ചത്, എക്സ്പെരിമെന്റില് ഇതാണ് നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റിംഗ് ഓഫ് ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഷുഗർ എന്ത് ചെയ്യുന്നു, കരിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് കരിയുന്നതിന്റെ കൂടെ കുറച്ച് പുക ഉണ്ടാവുന്നത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. സോ ആ പുക എന്ന് പറയുന്നത് അത് നീരാവിയായിട്ട്, അതായത് ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഷുഗറിലുള്ള വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ഇവാപറേറ്റ് ആയിട്ട് പോവുകയും അതില് ഷുഗർ ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നു, കരിയുകയാണ് ചെയ്യുന്നത്. അത് കാർബൺ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷുഗർ ഹീറ്റ് ചെയ്തിട്ട് കാർബൺ ആവുകയും അതുപോലെ വാട്ടർ ആയിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോവുകയാണ് നമ്മൾ കാണുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് എന്തിനാണ് നമ്മൾ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമല്ല, നമ്മളുടെ ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും അതിനകത്ത്. എന്തൊക്കെയാണ്, കാർബൺ എന്ന് പറയുന്നതും വാട്ടർ എന്ന് പറയുന്നതും ഉണ്ടാകും. സോ ഇതില് നമുക്ക് ഈ വാട്ടർ എന്ന് പറയുന്നത് ഈ ആവിയായിട്ട് പോകുന്നുണ്ട്, നമുക്ക് എങ്ങനെ വാട്ടർ കിട്ടും, നമ്മളുടെ വാട്ടർ എങ്ങനെയാണ് കിട്ടുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഈ ഷുഗർ കളക്ട് ചെയ്തിട്ട് അത് ഹീറ്റ് ചെയ്യുന്നതല്ലേ, അതിൽ നമ്മൾ പഞ്ഞി വെച്ച് മൂടുന്നുണ്ട്. ആ പഞ്ഞി വെച്ച് മൂടുന്നത് എന്തിനാ, ഈ നീരാവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ. സോ അതങ്ങനെ ചെയ്യുമ്പോ ഈ നീരാവി എല്ലാം ടെസ്റ്റ് ട്യൂബിന്റെ ഈ സൈഡിലൂടെ പറ്റി പിടിച്ചിട്ട് അവിടെ വാട്ടർ മോളിക്യൂൾസ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ ഇങ്ങനെ ഉണ്ടാവും. വാട്ടർ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. സോ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കരി എന്ന് പറയുന്നത് എന്താണ്, കാർബൺ ആണ്. ഓക്കെ, ഈ ഷുഗർ കരിഞ്ഞിട്ടുണ്ടാവുന്നത് കാർബണും അതുപോലെ ഈ ഇവാപറേറ്റ് ചെയ്ത് പോയേക്കുന്നത് വാട്ടറും ആണെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ
പറ്റുമെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. കാരണം എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ട്, സയൻസ് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. സോ അത് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. സേഫ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന, അതായത് ഈ ഒരു സബ്സ്റ്റൻസുകൾ, അതായത് ഷുഗറിലുള്ള ഈ രണ്ട് കോൺസ്റ്റിറ്റുവൻസികൾ, അതായത് രണ്ട് ഘടകങ്ങളാണല്ലോ അല്ലെ, കാർബണും വാട്ടർ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഘടകങ്ങള്, അതിനെ നമുക്ക് ഇനി, അതായത് ഈ ഉണ്ടായിരിക്കുന്ന ഒരു, അതായത് ഫിസിക്കൽ ആൻഡ് ഒരു കെമിക്കൽ ചേഞ്ച് ആണല്ലോ ഈ ഷുഗർ ഹീറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ഹീറ്റിംഗ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന ഒന്നാണ്. ഹീറ്റിംഗ് ഓഫ് ഹീറ്റ്, നമ്മളിപ്പം ഷുഗർ ഹീറ്റ് ചെയ്തു, കമ്പോണൻസ്, അതാണ് കാർബൺ എന്ന് പറയുന്നതും വാട്ടർ എന്ന് പറയുന്നതും. സോ ഈ നമുക്ക് ഈ ഉണ്ടായ ഒരു കാർബൺ ഉണ്ടല്ലോ, ഈ കാർബണിനെ ഇനി നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുമോ? ഈ കാർബണിനെ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റുമോ? അതായത് പ്യുവർ സബ്സ്റ്റൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സബ്സ്റ്റൻസ് ഉണ്ടായി, കോൺസ്റ്റിറ്റ്യൂവന്റ് ഉണ്ടായി. ആ കോൺസ്റ്റിറ്റ്യൂവന്റിനെ നമുക്ക് ഇനി ഫർദർ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം കാർബൺ എന്ന് പറയുന്നത് ആ ഒരു പ്യുവർ സബ്സ്റ്റൻസിലുള്ള ഒരു എലമെന്റ് ആണ്. അപ്പം അതിനെ നമുക്കൊരു എലമെന്റ് എന്ന് പറയാം. കാർബൺ എന്ന് പറയുന്നത് ഒരു എലമെന്റ് എന്ന് പറയാം. സോ അങ്ങനെയുള്ള ഒരു, അതായത് ഒരു പ്യുവർ സബ്സ്റ്റൻസിൽ ഉള്ള ഒരു എലമെന്റിനെ നമുക്ക് അതിനെ പിന്നെയും നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ആക്കി എടുക്കാൻ കഴിയില്ല. സോ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് cannot ബി ഫർദർ ഡീകമ്പോസ് ത്രൂ എ കെമിക്കൽ പ്രോസസ്. അപ്പം അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എലമെന്റ്സ് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് which cannot be further decomposed through chemical process. ഓക്കെ, അപ്പൊ ഇതിനാണ് എന്തെന്ന് പറയുന്നത്? അപ്പൊ ആർഗോൺ, എലമെന്റ്. സോ ഷുഗർ എന്ന് പറയുന്നത് ഷുഗറിലെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. പ്രോസസ് വഴി കെമിക്കൽ പ്രോസസ്സിംഗ് മറ്റൊരു എലമെന്റ് പറയുമ്പോൾ കാർബൺ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ കാർബൺ, ഷുഗർ അല്ലെ, ഷുഗറിലുള്ള ഒരു കോമ്പണന്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. ഷുഗറിലുള്ള ഒരു കമ്പോണന്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, രണ്ട് സയന്റിസ്റ്റുകളുടെ പേര് നമുക്ക് പഠിക്കാൻ. അവർ നമുക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് സർ ഹാംഫ്രി ഡേവി. അദ്ദേഹം in
1806 discovered that when electricity is passed through the water, ആ വാട്ടർ എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളായിട്ട് മാറുന്നു. അതായത് രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് മാറുന്നു എന്നാണ് സർ ഹാംഫ്രി ഡേവി പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ പിക്ചർ ഇവിടെ ഓക്കെ. അപ്പൊ സർ ഹാംഫ്രി ഡേവി അദ്ദേഹം 1806 that electricity pass through the water will divided the two constituents, which is hydrogen and oxygen. Water എന്ന് പറയുന്നത് ഹൈഡ്രജനും ആകുന്നു ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം ദീസ് ആർ ദ ടു കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് വാട്ടർ. ഇനി ഹെൻറി കാവൻഡിഷ് വേറൊരു സയന്റിസ്റ്റ് ആണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 3 സയന്റിസ്റ്റിന്റെ പേര് പഠിക്കാനുണ്ട്. അവരെന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഹെൻറി കാവൻഡിഷ്, ദ സെക്കൻഡ് വൺ ഇസ് ഹെൻറി കാവൻഡിഷ്. അദ്ദേഹം എന്താണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? നമ്മുടെ സർ ഹാംഫ്രി ഡേവി പറഞ്ഞിരിക്കുന്നത് വാട്ടറിലേക്ക് നമ്മളുടെ ഇലക്ട്രിസിറ്റി നമ്മൾ കടത്തുമ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ വാട്ടറിലേക്ക് കടത്തി വിടുമ്പോൾ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹെൻറി കാവൻഡിഷ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൈഡ്രജനും ഓക്സിജനും ബേൺ ചെയ്യുമ്പോൾ അത് രണ്ടും കത്തിക്കുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ഹൈഡ്രജനും ഓക്സിജനും ഹീറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് വാട്ടർ കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടും സെയിം തന്നെയല്ലേ? അതായത് ഒരാൾ പറയുന്നു ഇലക്ട്രിസിറ്റി വാട്ടറിലേക്ക് കടത്തി വിടുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസുകൾ കിട്ടും. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും വാട്ടർ കിട്ടും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും പക്ഷെ രണ്ടുപേരുടെയും പേര് മാറിപ്പോവരുത്. അതായത് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോഴാണ് രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടാവുന്നത്. അതായത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവുന്നത്, വാട്ടറിലെ ഹൈഡ്രജൻ ഓക്സിജനും ഉണ്ടാവുന്നത് എന്നുള്ളത് സർ ഹാംഫ്രി ഡേവിയും ഹെൻറി കാവൻഡിഷ് ആണ് ഈ ഓക്സിജൻ രണ്ടുപേരുടെയും പേര് മാറിപ്പോയത്. ഈ കാർബൺ പറഞ്ഞു. അപ്പം അതായത് നമ്മളുടെ ഹെൻറി കാവൻഡിഷിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനും ഓക്സിജനും കത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് വാട്ടർ കിട്ടുമെന്ന് പറഞ്ഞു. സോ നമ്മുടെ ഈ ഒരു ഷുഗറിൽ നമ്മൾ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസുകൾ ഉണ്ടെന്നായിരുന്നു നമ്മൾ പഠിച്ചത്? ഷുഗറില് കാർബൺ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതേപോലെ വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ രണ്ട് കമ്പോണൻസുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഈ വാട്ടറിൽ തന്നെയാണല്ലോ ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും ഉണ്ടെന്ന് പറഞ്ഞത്. സോ ഷുഗറിലെ എന്തൊക്കെ എലമെന്റ്സുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോ എലമെന്റ്സുകൾ എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാവും? കാർബൺ ഉണ്ടാവും അല്ലെ? കാർബൺ, ഹൈഡ്രജൻ ആൻഡ്
ഓക്സിജൻ. അപ്പൊ എലമെന്റ്സ് എന്താണ്? എന്തായിരിക്കും എലമെന്റ്സ് എന്ന് പറയാ? എലമെന്റ് ഉണ്ടാവൂലേ? Elements are pure substance which cannot be split into simpler components through chemical process. അതായത് നമുക്ക് രണ്ട് കമ്പോണൻസോ രണ്ട് എലമെന്റ്സ് ഉണ്ടെങ്കിൽ, രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എലമെന്റ്സ് ഉണ്ട് എങ്കിൽ അതില് എലമെന്റ്സുകൾ തമ്മിൽ രണ്ടോ അതിൽ അധികമോ എലമെന്റ്സുകൾ തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എലമെന്റ്സ് എന്ന് പറയുന്നത് ഇത് ഒന്നിലധികം കോൺസ്റ്റിറ്റുവൻസുകൾ ഉണ്ട് എങ്കിൽ, രണ്ടോ അതിലധികമോ കോൺസ്റ്റിറ്റുവൻസുകൾ ഉള്ളതിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്നും പറയുന്നത്. ഓക്കെ. സോ ഷുഗർ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് അല്ലേ? ആ ഒരു കോമ്പൗണ്ടിൽ എന്തുണ്ടാവും? കോമ്പൗണ്ട്സിൽ എലമെന്റ്സ് ഉണ്ടാവും. അതുപോലെ എന്താണ്, ആ എലമെന്റ്സിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് വിച്ച് cannot be split into simple components ത്രൂ കെമിക്കൽ പ്രോസസ്സ്. വേറൊരു കെമിക്കൽ പ്രോസസ്സ് വെച്ചിട്ട്, ഒരു കെമിക്കൽ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് അതിനെ ഫർദർ വേറൊരു സബ്സ്റ്റൻസ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു കോമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. സോ ഈ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ആർ സബ്സ്റ്റൻസസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ എലമെന്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ഒരു രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ടു ഓർ മോർ എലമെന്റ്സ് വേണം. എലമെന്റ്സ് ആവശ്യമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ എന്തെന്ന് പറയാൻ പറ്റുക? ഒരു കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റുക. ഓക്കെ. സോ നമ്മള് ഇവിടെ നോക്കിയത് എന്തൊക്കെയായിരുന്നു? പ്യുവർ സബ്സ്റ്റൻസ് നോക്കി, എലമെന്റ്സ് നോക്കി, കോമ്പൗണ്ട്സ് നോക്കി. ഓക്കെ. ഇതെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ? അതായത് സെയിം തന്നെയാണ്. പ്യുവർ സബ്സ്റ്റൻസിൽ എന്തൊക്കെ ഉണ്ടാവും? കോമ്പോണൻസ് ഉണ്ടാവും, എലമെന്റ്സും ഉണ്ടാവും. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഷുഗർ അല്ലെ? ഷുഗറിൽ എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. റൈറ്റ്? സോ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എലമെന്റ്സിന്റെ ഡെഫിനിഷൻ ആണ്. കമ്പൗണ്ടുകളുടെ ഡെഫിനിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എലമെന്റ്സും അതിന്റെ പേരും എന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്കറിയാം, ലോകത്ത് ഒരുപാട് എലമെന്റ്സുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മുടെ സയന്റിസ്റ്റുകൾ. സോ അപ്പൊ ഓരോ എലമെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഓരോ നെയിമുകളും കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പം ഈ ഓരോ എലമെന്റ്സിന്റെയും പേര് കൊടുത്തിരിക്കുന്നത് അതിന്റെ സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ പ്ലാനറ്റിന്റെയോ അല്ലെങ്കിൽ അതിന്റെ കളറിന്റെയോ ഒക്കെ ബേസിസിലായിരിക്കും ഓരോ എലമെന്റ്സിനും എന്ത് കൊടുത്തിട്ടുണ്ടാവുക? പേര് കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് എലമെന്റ്സുകൾ തന്നിട്ടുണ്ട്, അതിന്റെ ബേസിസ് ഓഫ് നെയിമിങ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതിന്റെ ബേസിസിലാണ് അതിന്റെ നെയിം കൊടുത്തിരിക്കുന്നത്? പൊളോണിയം എന്ന് പറയുന്നുണ്ട്. പൊളോണിയം എന്ന് പറയുന്നത് പോളണ്ടിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ്, ആ ഒരു അതിന്റെ പോളണ്ട്, അതായത് പോളണ്ട് എന്ന് പറയുന്ന കൺട്രിയുടെ ഒരു ബേസിസിലാണ് നമ്മളുടെ പൊളോണിയം എന്ന് പറയുന്ന എലമെന്റ്. ക്യൂരിയം, ക്യൂരിയം ഇസ് സയന്റിസ്റ്റിന്റെ പേരിലാണ് നമ്മളുടെ ഈ ഒരു എലമെന്റ്. പറയുന്ന ക്രോം, ക്രോം എന്ന് പറയുന്നതാണ് ബേസിസിലാണ് ക്രോമിയത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇൻഡിയം, ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡിഗോ, ഇൻഡിഗോ എന്ന് പറയുന്ന കളർ ഇന്ത്യത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്നത് ക്ലോറോ എന്ന് പറയുന്ന കളറിന്റെ ബേസിസിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെപ്റ്റോണിയം, നെപ്റ്റോണിയം നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ ബേസിസിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ യൂറോപ്പിയം എന്ന് പറയുന്ന യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെ ഭൂഖണ്ഡം, കോണ്ടിനെന്റിന്റെ ബേസിസിലാണ് ഈ ഒരു നെയിം കൊടുത്തിരിക്കുന്നത്.
ഓക്കെ. ലോകത്ത് ഒരുപാട് ഒക്കെ പേരെന്ന് പറയുന്നത് ഓരോ പേര് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ കൺട്രിയുടെയോ കളറിന്റെയോ പ്ലാനറ്റിന്റെയോ ഒക്കെ ബേസിസിലായിരിക്കും നമ്മൾ ഇതിന്റെ പേര് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെ നോക്കാം. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റില് വേറൊരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊരു എക്സസൈസ് ആയിട്ട് തരാനായിട്ട് തന്നതാണ്. അതായത് കുറച്ച് എലമെന്റ്സുകൾ തന്നിട്ടുണ്ട്. അതിന്റെ പേര് വെച്ചിട്ട് ആ എലമെന്റിന്റെ ഓരോ നെയിം വെച്ചിട്ട് നമുക്ക് എന്തിന്റെ ബേസിസിലായിരിക്കും ഇത് ഈ പേര് തന്നിട്ടുണ്ടാവുക എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാണ്. നമുക്കിപ്പം അമേരിക്കൻ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും ഈ പേര് കൊടുത്തിട്ടുണ്ടാവുക? അമേരിക്ക അല്ലെ? അമേരിക്ക എന്ന് പറയുന്ന കൺട്രിയുടെ ബേസിസിൽ നമുക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഫ്രാൻസിയം അല്ലെ? ഫ്രാൻസ് എന്ന് പറയുന്നത് അതും കൺട്രിയാണ്. സോ അതിലും കൺട്രി നമുക്ക് പറയാം. റുബീഡിയം എന്ന് പറയുന്നത് എന്താണ്? റൂബി എന്ന് പറയുന്ന ഒരു കളർ ആണല്ലോ അല്ലെ? അപ്പൊ കളറിന്റെ ബേസിസ്. അതുപോലെ പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് പ്ലൂട്ടോ എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രഹമാണ്. ഒരു ചെറിയ ഗ്രഹം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം പ്ലൂട്ടോ എന്ന് പറയുന്നത് പ്ലാനറ്റിന്റെ ബേസിസിലാണ് പ്ലൂട്ടോണിയം എന്ന് പറയുന്ന നെയിം വന്നിരിക്കുന്നത്. അപ്പോൾ ടൈറ്റാനിയം എന്ന് പറയുന്നത് ടൈറ്റൻ എന്ന് പറയുന്ന ഉപഗ്രഹത്തിന്റെ പേരിന്റെ ആ ഒരു ബേസിസിലാണ്, പ്ലാനറ്റിന്റെ ബേസിസിലാണ് ഈ ഒരു ടൈറ്റാനിയം എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നത്. പിന്നെ മെന്റലീവിയം എന്ന് പറയുന്നത് നമുക്കറിയാം സയന്റിസ്റ്റിന്റെ പേരിൽ അല്ലെ? മെന്റലീവ്സിന്റെ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ബേസിസിൽ, ആ ഒരു സയന്റിസ്റ്റിന്റെ പേരിന്റെ ബേസിസിലാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ അല്ലെ? പേരിലാണ്. യെസ്, ഓഫ് കോഴ്സ്. സയന്റിസ്റ്റിന്റെ സയന്റിസ്റ്റിന്റെ നെയിമിന്റെ ബേസിസിലാണ് അതും വന്നിരിക്കുന്നത്. റൂദർഫോർഡ് ആറ്റം മോഡൽ ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പം ഇത് ഈ ഒരു എക്സസൈസ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ഇതിന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതിന്റെ നോട്ട്സുകൾ ഉണ്ടാവണം. സോ ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സയന്റിസ്റ്റ്, ബെർസിലസ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ബെർസിലസ് എന്ന സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹം എന്താണ് കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എലമെന്റ്സിന്റെ കേസ് പറഞ്ഞു. എലമെന്റ്സിന് നമ്മള് പേര് പറയുന്നതിന് പകരം നമ്മൾ സിമ്പിൾ കൊടുക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഇപ്പം നിങ്ങൾ ഇപ്പം ചെയ്തു തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും ടീച്ചേഴ്സ് ആണേലും കാർബണിനൊക്കെ നമ്മൾ സിയും വാട്ടറിനൊക്കെ നമ്മൾ H2O, അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്നത് N, അങ്ങനെ കുറെ സിമ്പിൾസ് ആണ് നമ്മൾ പറയുക. അപ്പം വാട്ടറിന്റെ കേസ് എന്ന് പറയുമ്പോൾ മോളിക്കുലർ ഫോർമുലയാണ് കേട്ടോ. ഇപ്പം സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റ്സിനും എന്തുണ്ടാവും? ഈ നെയിം എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് സിമ്പിൾസുകൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഒരു ഈസി ആയിട്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാനും ഏത് എലമെന്റ് ആണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള ഒന്നാണ്. സോ അതില് ബെർസിലസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എലമെന്റ്സിന് സിമ്പിൾസ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. സോ പേരിന് പകരം നമ്മൾ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുക ഇവിടെ. സോ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ നമുക്ക് കുറച്ച് എലമെന്റ്സുകൾ നോക്കാം, അതിന്റെ സിമ്പിൾസ് നോക്കാം. കാർബൺ എന്ന് പറയുന്നതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് സി ആണ് അല്ലെ? ഓക്സിജൻ O ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് N ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്. സൾഫർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ S ആണ്. സോ ഇതിവിടെ എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്, അതായത് എല്ലാ എലമെന്റ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇനി അഡീഷണൽ വേറെ എന്തെങ്കിലും ഒരു അക്ഷരം കൂടെ വേണമെങ്കിൽ നമുക്ക് സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാൽഷ്യത്തിന്റെ സിമ്പൽ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ എയും ആയിരിക്കും. ഓക്കെ, അതുപോലെ ക്ലോറിന്റെ കേസിലും എങ്ങനെയാണ്? ക്ലോറിൻ എന്ന് പറയുന്നതും ക്യാപിറ്റൽ ലെറ്റർ സിയിലും സ്മോൾ ലെറ്റർ എല്ലിലും ആയിരിക്കും. ക്രോമിയം എന്ന് പറയുന്നതോ ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ ആറിലും ആയിരിക്കും കൊടുക്കുക. അതുപോലെ ബ്രോമിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ആർ. ബെർലിയം
ലാസ്റ്റ് വൺ ഈസ് ദ ബെർലിയം. ബെർലിയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ഇയിലായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കെമിക്കൽ എലമെന്റ്സുകളുടെ സിംബൽസ് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ തന്നെ ഇത് ഓരോ എലമെന്റ്സിനും സിംബൽസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോഴേ പഠിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മൾ 10ലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം ഒരുപാട് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ എലമെന്റ്സിന്റെ ഒക്കെ ഇങ്ങനെ കാർബൺ, നൈട്രജൻ എന്നൊക്കെ ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് ഈ സിംബൽസ് എഴുതുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ബൈ ഹാർട്ട് ആയിട്ട് ഇരിക്കും. ഇതാണ് കാർബൺ, ഇതാണ് ഹൈഡ്രജൻ, ഇതാണ് കാൽഷ്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ചില എലമെന്റ്സുകൾ, ഈ ചില എലമെന്റ്സുകൾക്ക് പേര് കൊടുക്കുന്നത്, സിംബൽസ് കൊടുക്കുന്നത് ലാറ്റിൻ നെയിമിന്റെ ബേസിസിലായിരിക്കും. ചില ലാറ്റിൻ നെയിമിന്റെ ബേസിസിൽ ചില എലമെന്റ്സുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ചാർട്ടിൽ നമുക്ക്, ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ സോഡിയം എന്ന് പറയുന്നതിന്റെ ലാറ്റിൻ നെയിം ആണ് നാട്രി എന്ന് പറയുന്നത്. സോ ഈ നാട്രിയത്തിന്റെ Na ആണ് നമ്മളുടെ സോഡിയത്തിന്റെ സിമ്പൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സോഡിയത്തില് നമുക്ക് എസ് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. പക്ഷെ ഓൾറെഡി നമുക്ക് സൾഫർ ഉണ്ടല്ലോ എസ് ആയിട്ട്. സോ നമുക്കൊരു കൺഫ്യൂഷൻ വരരുതല്ലോ. അപ്പൊ ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ വേറെ എന്തെങ്കിലും വേറൊരു നെയിം ഉണ്ടെങ്കിൽ സോഡിയത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സുകൾക്ക് വേറെ എന്തെങ്കിലും നെയിം ഉണ്ടെങ്കിൽ ആ നെയിമിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സോ ലാറ്റിൻ നെയിം ആയിട്ടുള്ള നാട്രിയത്തിലെ Na എന്ന് പറയുന്ന സിമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത് സോഡിയത്തിന്. ഇനി പൊട്ടാസ്യത്തിലും നമുക്ക് അതിന്റെ ലാറ്റിൻ നെയിമിന്റെ സിമ്പിൾ ആണ്, ലെറ്റർ ആണ് എടുക്കുക. സോ കെ ആണ് എടുക്കുക. സോ കാലിയം കെ എടുക്കുക. കോപ്പർ എന്ന് പറയുന്ന കുപ്രമാണ്. സോ അവിടെ കുപ്രം എന്ന് പറയുമ്പോൾ സി യു ആണ് കോപ്പറിന് എടുക്കുക. ഓക്കെ, സോ കോപ്പറിന് Cu ആണ് സിമ്പിൾ, ലാറ്റിൻ നെയിം ആണത്. ഇനി അയൺ എന്ന് പറയുന്നത് ഫെറം ആണ്. ഫെറത്തിന്റെ സിമ്പിൾ ആണ് Fe എന്ന് പറയുന്ന സിമ്പിൾ ആണ് നമ്മൾ അയണിന് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അതാണ് നമ്മളുടെ സിമ്പിൾസും അതിന്റെ നെയിമും പറയാനുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണില് നമുക്ക് എന്താണ് പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച എല്ലാ എലമെന്റ്സുകളും അറേഞ്ച് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ് എന്തെന്ന് പറയാ, പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് 9ാം ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമുക്ക് ഇപ്പം എന്താ പറയാ, നമുക്ക് ഈ ഒരു പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവൂലേ. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മളുടെ ഒരു ആക്ടിവിറ്റി ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. അതായത് ദ എലമെന്റ് ഫെമിലിയർ ടു യു, നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള എലമെന്റ്സുകൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ ഏതൊക്കെയായിരിക്കും? ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, ഫസ്റ്റ് വൺ തന്നെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, അയൺ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെ എലമെന്റ്സ് ആണ് ഈ പീരിയോഡിക് ടേബിൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് വരിക. അപ്പം ഹൈഡ്രജൻ, ഓക്സിജൻ എനിക്ക് പറയാട്ടോ. ഹൈഡ്രജൻ ഉണ്ട്, അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അലുമിനിയം ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, പിന്നെ കണ്ടിട്ടുള്ള എലമെന്റിലെ ഏതൊക്കെയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. സോ ഏതാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്? അയൺ കണ്ടിട്ടുണ്ടാവില്ലേ? ആണി, ഇരുമ്പ് കണ്ടിട്ടുണ്ടാവും, അയൺ കണ്ടിട്ടുണ്ടാവും, സോറി ഗോൾഡ് കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കോപ്പർ, ഇലക്ട്രിക്കൽ വയറിലൊക്കെ ഉള്ളിലൊക്കെ കാണുന്ന കോപ്പർ വയറുകൾ അല്ലെ. അതുപോലെ സിൽവർ നമ്മളുടെ കുട്ടികളുടെ ഒക്കെ കാലയില് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, കൊലുസായിട്ടും ചിലർ മാലയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പേര് സിൽവർ കണ്ടിട്ടുണ്ടാവും, അലുമിനിയം കണ്ടിട്ടുണ്ടാവും, പ്ലേറ്റുകൾ അല്ലെ. അതുപോലെ കാർബൺ, കരി കണ്ടിട്ടുണ്ടാവും.
നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഫെമിലിയർ ആയിട്ടുള്ളതും നമുക്ക് മനസ്സിലാവും, നമ്മൾ കാണുന്നതും. പിന്നെ ഡെയിലി എലമെന്റ്സുകൾ ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്ക് അയൺ അയൺ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആണിയൊക്കെ നമ്മൾ എപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗോൾഡ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ സിൽവർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള ഉള്ളതാണ്. അതുപോലെ അലുമിനിയം, അതും അതെ അല്ലെ. ഓക്സിജൻ നമ്മൾ എപ്പോഴും ശ്വസിക്കുന്ന ഒന്നാണ് അല്ലെ. അതുപോലെ കാർബൺ എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ അതായത് കത്തിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന ചാരം അതൊക്കെ അത് കാർബൺ ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് സെപ്പറേറ്റ്ലി സം എലമെന്റ്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് സോളിഡിലും ലിക്വിഡിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ഒക്കെ നിൽക്കുന്ന, അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സുകൾ കാറ്റഗറൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം, പീരിയോഡിക് ടേബിൾ നോക്കാം. സോളിഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെയായിരിക്കും? ഗോൾഡ് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു സോളിഡ് ആയിട്ടുള്ള ഒന്നാണെന്ന്. കാർബൺ, കാർബണും കരി ഒരു സോളിഡ് ആയിട്ടുള്ള ഒന്നാണ്. ലെഡ്, ലെഡ് എന്ന് പറയുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒന്നാണ്. അലുമിനിയം, അലുമിനിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് ആണ് അല്ലെ. നമുക്ക് ലിക്വിഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അയൺ, അയൺ ഓൾസോ എ സോളിഡ്. സോ ഇതൊക്കെ ഒരു സോളിഡ് കാറ്റഗറിയിൽ പെടുന്ന എലമെന്റ്സുകളാണ്, സോളിഡ് എലമെന്റ്സ് ആണ്. ഇനി ലിക്വിഡ് എലമെന്റ്സ്, ലിക്വിഡ് എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? നമ്മൾ പനിയൊക്കെ വരുമ്പോ യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ചൂടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നോക്കുന്ന ഒരു മീറ്റർ ഉണ്ടല്ലോ. എന്ത് മീറ്റർ അത്? തെർമോമീറ്റർ അല്ലേ. തെർമോമീറ്റർ, തെർമോമീറ്ററിൽ എന്താണ് ഉണ്ടാവുക? എന്ത് എലമെന്റ് ആണോ ഉള്ളത്? മെർക്കുറി ആണ്. മെർക്കുറി എങ്ങനെയാ? ലിക്വിഡ് ആണ് കേട്ടോ. മെർക്കുറി എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആണ്. സോ അപ്പം മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് എലമെന്റിന് എക്സാമ്പിൾ ആണ്. പിന്നെ ബ്രോമിൻ, ബ്രോമിൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് എലമെന്റിന് എക്സാമ്പിൾ ആണ്. ഇനി ഗ്യാസ്, ഗേഷ്യസ് ആണെങ്കിലോ? ഗ്യാസ് എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഹൈഡ്രജൻ. ഫസ്റ്റ് വൺ ഹൈഡ്രജൻ പറയാം, ഓക്സിജൻ പറയാം, ക്ലോറിൻ പറയാം, നൈട്രജൻ. ഇതൊക്കെ എന്താണ്? ഗ്യാസസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ പീരിയോഡിക് ടേബിള് അത് നോക്കിയിട്ട് നമുക്ക് നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള, കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടല്ലോ, കുറെ എലമെന്റ്സുകൾ നിങ്ങൾക്ക് അറിയാം. ഇത്രയും നാളെ പഠിച്ചതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കുറെ എലമെന്റ്സുകൾ അറിയാം. അപ്പം അതൊക്കെ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ പീരിയോഡിക് ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ എലമെന്റ്സുകൾ തന്നിട്ടുണ്ട്, അതിന്റെ പേര് തന്നിട്ടുണ്ട്, അതിന്റെ അറ്റോമിക് നമ്പർ, സിമ്പല് അല്ലെ. അതുപോലെ ഇംഗ്ലീഷിലെ നെയിം അതിന്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാറ്റിൻ ഓർ ഗ്രീക്ക് നെയിം തന്നിട്ടുണ്ട്. അങ്ങനെ കുറെ നെയിംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. സോ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വരിക. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ നോക്കിയിട്ടുള്ളത്? പ്യുവർ സബ്സ്റ്റൻസ് എന്താ നോക്കി, കമ്പോണൻസ് നോക്കി, എലമെന്റ്സ് നോക്കി അല്ലെ. അതുപോലെ നമ്മള് സിമ്പിൾസ് നോക്കി, എലമെന്റ്സുകൾ നോക്കി, സിമ്പിൾസ് എലമെന്റ്സിന്റെ സിമ്പിൾസുകൾ നോക്കി, പീരിയോഡിക് ടേബിളിലെ കുറച്ച് നമുക്ക് അറിയാവുന്ന സിമ്പിൾസുകൾ, എലമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം തന്നിട്ടായിരിക്കുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്യുക. അതുപോലെ എക്സ്പെരിമെന്റ് ഒരെണ്ണമുണ്ട്, അത് ശ്രദ്ധയോടെ ചെയ്യുക. എല്ലാം നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോ ഞാൻ ക്ലാസ് താങ്ക് യു. ഓക്കെ, താങ്ക് യു.